ചോദിക്കാൻ ശ്രീ ലിജു അതിന്റെ മറുപടി വ്യംഗ്യമായി പറയുകയും ചെയ്തു. ഇത് നഗരമണ്ഡലമാണ്, നഗരമണ്ഡലത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് ഓരോരുത്തരുടെ ഐഡന്റിറ്റി ചെക്ക് ചെയ്യാൻ. എങ്കിൽ പോലും 1,00,000 വോട്ടാണ് ഇപ്പൊ. അതുകൊണ്ട് അതെന്തുകൊണ്ട് ചോദിച്ചു. അപ്പൊ അങ്ങ് ട്രിവാൻഡ്രത്തെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്ന് കരുതുക. ആ ഫ്ലാറ്റിൽ താങ്കളുടെ അടുത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ ആളുകളെ പോലും താങ്കൾക്ക് അറിയാമോ? അതിനൊന്നും ഇല്ലേ? അവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ആ ഫ്ലാറ്റിനകത്ത് കയറി പരിശോധിക്കാൻ താങ്കൾ അനുവദിക്കുമോ? ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവരണം. സെഗ്മെന്റിൽ വന്ന ക്രമങ്ങൾ അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു റൂമിൽ തന്നെ, ഒരു അഡ്രസ്സിൽ തന്നെ ഇത്രയധികം 45-50 പേര്, അതിന്റെ ഒരു നൈതികത, അതിന്റെ ഒരു രീതിശാസ്ത്രം മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ബൂത്ത് ലെവൽ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല എന്നത് ന്യായമായ ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് ഉന്നയിക്കേണ്ട സമയത്ത് ഉന്നയിക്കാതെ അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പച്ച കള്ളമാണ് രാഹുൽ ഗാന്ധി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇതിൽ അതിശയമൊന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ ആധികാരികതയെ കുറിച്ച് ഇപ്പൊ റാഷിദ് വലിയ സംഭവമായിട്ട് പറഞ്ഞല്ലോ. റാഷിദേ, ഞാൻ ചോദിക്കട്ടെ, 2019 മരണപ്പെട്ടു പോയ അരുൺ ജെയ്റ്റ്ലി 2020 ഓഗസ്റ്റിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നോ? ആ കുടുംബം അതിനെ നിഷേധിച്ചോ? മരണപ്പെട്ട ഒരാൾ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യത ഇവിടെ ഇല്ലേ?